ഒരു തവണ അവൻ കരയണത് ഞാൻ കണ്ടിട്ടുള്ളൂ, അമ്മ മരിച്ചപ്പോൾ. വാ. ഞാൻ പോരാ. ചേച്ചി ശരിക്കും നമ്മളമ്മ പോയി. കുട്ടി ഇപ്പൊ ചോദിച്ചത് വളരെ നന്നായി. ഗോപി മരിച്ചപ്പോ ബോഡി കൊണ്ടുവരാനൊക്കെ ഞാനും ഉണ്ടായിരുന്നു. കരയാതെ എന്താ ഇത്? കുറേ ദിവസം എനിക്ക് താങ്ങാൻ പറ്റിയിരുന്നില്ല. എന്തിനാ അവനിങ്ങനെ? ഒന്നും മനസ്സിലായില്ല. പിന്നെ കുറേശ്ശെയായിട്ട് മറ്റു പലതും മറക്കണ പോലെ അവനെ മറന്നു. ഇപ്പം അവനെപ്പറ്റി വീണ്ടും ആലോചിക്കുക. ആരായിരുന്നു അവനെനിക്ക്? എന്തേ അവനിങ്ങനെ വേഗം തീരാൻ? ഞാനൊക്കെ ഇങ്ങനെ തുടരുകയും. ശരിക്കും എന്തിനുള്ള കാരണം അറിയേണ്ടത്? അവൻ മരിച്ചുപോയതിൻ്റെയോ അതോ ഞാൻ ജീവിച്ചിരിക്കുന്നതിൻ്റെയോ? രണ്ടിൻ്റെയും. അവനെൻ്റെ ജൂനിയറായിരുന്നു സ്കൂളിലും കോളേജിലും. സാഹിത്യത്തിലൊക്കെ വലിയ താല്പര്യമായിരുന്നു. പഠിക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ കരുതിയത് അവൻ്റെ എഴുത്തുകാരനാകുമെന്നാണ്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. എൻജിനീയറിങ്ങിന് സെലക്ഷൻ കിട്ടിയപ്പോൾ അവൻ നാട്ടിൽ നിന്ന് പോയി. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, സഖാക്കളെ, കയ്യൂർ സമരനായകൻ, ജനലക്ഷങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് സഖാ വി.കെ. നായനാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി ഇന്ന് വൈകുന്നേരം കൃത്യം 6 മണിക്ക് അരയല്ലൂർ വായനശാല ഗ്രൗണ്ടിലെത്തുന്നു. കർഷക സമരങ്ങളുടെ പടനായകനും തൊഴിലാളി വർഗത്തിന്റെ മുന്നണി പോരാളിയുമായ സഖാ വി.കെ. നായനാർ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. ഇന്ന് വൈകിട്ട് 6 മണിക്ക്. ഇടയ്ക്ക് അവൻ ലീവിൽ വന്നാലും അവൻ്റെ ആ മുറപ്പണിൻ്റെ പിന്നാലെ ചുറ്റിത്തിരിയലായിരിക്കും. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, തൊഴിലാളി സുഹൃത്തുക്കളെ, സഖാക്കളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി ആ ഗോപി, സഖാ വി.കെ. നായനാർ നീ എപ്പോ വന്നടാ? എനിക്കെന്ന് രാത്രിയില് ഞാനോട് വരാമെന്ന് വെച്ചിരിക്കുന്നു. ഇപ്പൊ എങ്ങോട്ടാ രണ്ടാളും കൂടെ? ഇവൾക്കൊരു ടെസ്റ്റ് ഉണ്ട് കോഴിക്കോട്. അപ്പോൾ സഖാവ് നായനാരുടെ പ്രസംഗം കേൾക്കാൻ നീ ഉണ്ടാവില്ല.
അല്ലെങ്കിൽ നിനക്കൊക്കെ ഇതിലെന്താ താല്പര്യം? ഹേയ് അങ്ങനെയല്ല, നായനാരുടെ പ്രസംഗം സാധിക്കുമെങ്കിലും ഞാൻ മിസ് ചെയ്യില്ല. നിങ്ങളുടെ വരട്ട് കമ്മ്യൂണിസം മാത്രമല്ല, നേരിട്ട് ഉള്ളിന്ന് വരണത്. പോടാ പോടാ. അപ്പൊ നാളെ കാണില്ലേ? നാളെ ഉറപ്പായിട്ടും കാണും. വാ. പോട്ടെ. ആ പെണ്ണിന്റെ കല്യാണത്തിന് ശേഷം അവൻ തീരെ നാട്ടിൽ വരാതായി. അമ്മയ്ക്ക് സുഖമില്ലാതായപ്പോഴാണ് അവൻ പിന്നെ വന്നത്. ആ എടാ ഗോപി. ആ അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാണ്ടായി, അതാ ഞാൻ വന്നത്. ഓ ഞാൻ അറിഞ്ഞില്ല, ആ വഴിക്ക് പോയിട്ട് കുറേ ആയി. അമ്മയ്ക്ക് എന്താണ്? പ്രായത്തിൻ്റെ ഒക്കെ തന്നെ. മെഡിക്കൽ കോളേജിലായിരുന്നു. ഇന്നലെ വീട്ടിൽ വന്നു. ഇനിയിപ്പോൾ കുറച്ചെല്ലാം ആയുർവേദമൊക്കെ ആയിട്ടിങ്ങനെ. നീ ഇപ്പോൾ എവിടുന്നാ വരുന്നത്? ഞാനിപ്പോൾ ഗുജറാത്തിൽ നിന്ന്. എന്താ നിന്റെ നെറ്റിയിൽ? ഓ അതൊന്ന് വീണതാ, കുറേ ആയി. ഞാനും വീട്ടിലേക്കുണ്ട്, എനിക്കിതിൻ്റെ അമ്മയൊന്ന് കാണാം. എവിടെ ബെഡ് പാൻ? ആണിനോ പെണ്ണിനോ? എൻ്റെ അമ്മയ്ക്ക് അടവും. എന്തത്? അത് 2 ലാർജ്. ഏയ് എനിക്ക് വേണ്ട. ഇപ്പോഴും കഴിക്കില്ല? ഇല്ല. എന്നൊന്നു മതി. ഈ ഗ്ലോബലൈസേഷനൊക്കെ വന്ന് ആഗോള സഖാക്കൾ മദ്യപിക്കാൻ തുടങ്ങിയിട്ടും ഈ ലോക്കൽ സഖാവിന് യാതൊരു മാറ്റമില്ല. മാഷ് എന്താ കല്യാണം കഴിക്കാത്തേ? അപ്പൊ താനോ? ഞാൻ മാഷ് കെട്ടിയിട്ട് കെട്ടാന്ന് കരുതിയിരിക്കുക. അവൻ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല, രൂപത്തിലും ഭാവത്തിലും പഴയ ആ സ്നേഹം. അതിപ്പോ വാ. അമ്മ മരിച്ചപ്പോൾ അവൻ അതുവരെ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു. ഞാനിനി കേരളം വിട്ട് എവിടെയും പോണില്ല. കുറേ കാലം അലഞ്ഞു നടന്നു. പക്ഷേ ഒരുപാട് മനുഷ്യരെ കണ്ടു, അവരുടെ വിഷമങ്ങളും സന്തോഷങ്ങളും. ഒറ്റയ്ക്കായ മനുഷ്യരൊക്കെ നിസ്സഹായരാ. അതുകൊണ്ട് തന്നെ പറ്റുമ്പോഴൊക്കെ നമ്മൾ ആരെങ്കിലും സഹായിക്കണം. സഹായിക്കാനായില്ലെങ്കിലും ഉപദ്രവിക്കാണ്ടിരിക്കണം. നീ ഇപ്പോഴീ പറയുന്നതാണ്ടാ പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് ആണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞ